Hello guys, welcome back to Sinamo Stories. സോ ഞാനൊരു ലക്ഷദ്വീപിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ബ്ലോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഈ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ പല സാധനങ്ങളും മീഷോന്നും മിന്ത്രയിൽ ഒക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഏകദേശം ഞാൻ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വാങ്ങിയതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് 4000-5000 ഉള്ളിലാണ് എനിക്ക് ആയത്. അതിൽ ഒരുപാട് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ട്രിപ്പ് ഞാനും എന്റെ സിസ്റ്ററിലോയും കൂടിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പല ഡ്രസ്സസും മാച്ച് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒന്നിനെ തന്നെ 2 ഡിഫറെന്റ് ഷെയ്ഡ്സ് ഒക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഈ വീഡിയോ ചിലപ്പം ലക്ഷദ്വീപ് പോയി വന്നിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്ന ഡ്രസ്സസ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ട്രോളി ബാഗ് ആണ്. ഞാൻ മിന്ത്രയിൽ നിന്നാണ് ഈ ഒരു ട്രോളി ബാഗ് വാങ്ങിയത്. ഇത് മീഡിയം സൈസിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് ജസ്റ്റ് 3000 റുപ്പീസ് ഒക്കെ ഉണ്ട്. ഓഫർ നോക്കിയിട്ട് എനിക്ക് ഇത് കിട്ടിയത് 1300-നാണ്. നല്ല സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1300 മാത്രമേ ഉള്ളൂ. അതും മീഡിയം സൈസിലാണ് വരുന്നത്. ഇതാണ് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ 15 kg ആണ് നമ്മളെ വെയിറ്റ് വരുന്നത്. നമുക്ക് മാക്സിമം ഇതിൽ തന്നെ പാക്ക് ചെയ്യാം. ഡ്രസ്സിൽ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗൗൺ ആണ്. ഇത് ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഗൗൺ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ജാക്കറ്റും കൂടി വെയർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഓറഞ്ച് കളറാണ്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ്. എന്റെ സിസ്റ്ററിലൊക്കെ ഇതിന്റെ സെയിം അല്ല, കുറച്ച് ഡിസൈൻ മാറ്റമുള്ളത് ഒരു യെല്ലോ കളർ ആണ്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡെലിവേർഡ് ആയിട്ടില്ല. അപ്പൊ അതിന് വരുന്നത് 390 ആണ്. രണ്ടിന്റെ പിക്ചേഴ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതിന് രണ്ടും നമ്മൾ ഒരു ജാക്കറ്റ് ആണ് വെയർ ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ആ ജാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഓറഞ്ച് ഡ്രസ്സിന്റെ കൂടെ ഞാൻ ഈ ഒരു ജാക്കറ്റ് ആണ് വെയർ ചെയ്യുന്നത്. ഇതിന് 330 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾസോ യെല്ലോന്റെ കൂടെ വെയർ ചെയ്യുന്ന ജാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് യെല്ലോന്റെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ജാക്കറ്റ്. അതായത് നമ്മൾ ഗൗണ് പ്ലെയിനും അതിന് ജാക്കറ്റ് പ്രിന്റഡ് ടൈപ്സും ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനും 330 റുപ്പീസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഡെനിമിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊറിയൻ ടോപ്പ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. ഇപ്പൊ പിൻട്രസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. അപ്പൊ ഇതിൽ പിങ്ക് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ സിസ്റ്ററിലൊക്കെ ഞാൻ ഒരു റെഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിങ്കും റെഡും ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിനും 250 ആണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ടൈ ചെയ്തിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊരു ജാക്കറ്റ് ടൈപ്പിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഡെനിമിന്റെ കൂടെയാണ്, ഡെനിമിന്റെ സ്കേർട്ടിന്റെ കൂടെയാണ് നമ്മൾ രണ്ടാളും ഇത് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡെനിമിന്റെ സ്കേർട്ടിന്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡെനിമ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതല്ലാണ്ട് ഇതുപോലത്തെ ഒരുപാട് ഡെനിംസ് ഓൺലൈനിലുണ്ട്, മീഷോയിലും മിന്ത്രയിലും ഒക്കെ ഉണ്ട്. അപ്പൊ 2-3 എണ്ണത്തിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇവിടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡിക്കോൺ ഡ്രസ് ആണ്. നല്ല ഗ്രീൻ കളറിൽ ഗ്രീനും യെല്ലോയും മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന് ജസ്റ്റ് 300 മാത്രമേ ഉള്ളൂ ഈ ഒരു ബോഡിക്കോണിന്റെ ഡ്രസ്സിന്. ബോഡിക്കോണാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം ഷേപ്പിലല്ല നിൽക്കുന്നത്. നമുക്ക് നോർമലി ഒരു ഗൗൺ ഇട്ട പോലെയാണ് ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഈ ഇന്നർ എന്ന് പറയുന്നത് 180 ആണ് വരുന്നത്. രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടും മീഷോന്ന് വാങ്ങിയതാണ്. അപ്പൊ നല്ല രസമല്ലേ, നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് മാച്ചായിട്ട് സിസ്റ്ററിലോ വെയർ ചെയ്യുന്നത് ഓൺലൈനിൽ വാങ്ങിയ ഡ്രസ്സ് അല്ല. അപ്പൊ ഞാനത് കാണിച്ചിരുന്നില്ല. പിന്നെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 4 ബാഗ്സ് ആണ് എനിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 4ഉം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിപ്പോ പുതിയതായിട്ട് വാങ്ങിയതല്ല, കുറച്ച് റീസെന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പറയുന്ന ഈ ഒരു ബാഗ് ഇതിന് 350 ആണ് റേറ്റ് വരുന്നത്. ആൻഡ് ഓൾസോ ഇതിന് 250. അപ്പൊ ഇത് രണ്ടും നമ്മൾ നോർമലി ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കും സിസ്റ്ററിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഞാൻ എനിക്കൊന്ന് 1 year ആയി യൂസ് ചെയ്യുന്ന ബാഗാണ് മീഷോന്ന്. നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട്. ഇനി അവിടെ പോയാലും നമുക്ക് ബീച്ചിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ബാഗാണിത്. ഇതും ഞാൻ കുറച്ച് യൂസ് ചെയ്തതാണ്. ഇതിനൊരു 450 ആണ് റേറ്റ് വരുന്നത്. ഗോൾഡിൽ വരുന്ന, മീഷോയിൽ ഗോൾഡിൽ വരുന്നതാണിത്. നല്ല ബീച്ച് വൈബ് തരുന്ന ഒരു ബാഗാണ് ഇത്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ്. ജിബും കാര്യങ്ങളൊക്കെ ഉള്ള ബാഗാണ്. നല്ല കംപ്ലീറ്റ് ബീച്ച് വൈബ് വരുന്ന ഒരു ബാഗാണ്. ഇതിൽ ബീച്ചിലാണ് പോകുന്നത്. അപ്പൊ ബീച്ചിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സാൻഡിൽസ് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നേ എത്തിയിട്ടുള്ളൂ, ഒന്ന് എത്താനുണ്ട്. ഗ്രീൻ സാൻഡലിന് വരുന്ന റേറ്റ് 280 ആണ്. ഇതിന്റെ കൂടെ ഞാൻ ഒരു സൺഫ്ലവർ വരുന്ന ഒരു സാൻഡിലാണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുക. അപ്പൊ അതിന് വരുന്ന റേറ്റ് എന്ന് വെച്ചാൽ
30 ആണ്. ഇത് രണ്ടുമാണ് ബീച്ചിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ സാൻഡൽസ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് എന്താ നമ്മളെ മേക്കപ്പ് തിങ്സും അതുപോലെ എന്താ സ്കിൻ കെയർ ഐറ്റംസും. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ മീഷോന്ന് വാങ്ങിയിട്ടുള്ള, അതായത് ഒരു 1 വീക്ക് കഴിഞ്ഞാൽ ഇത് വാങ്ങിയിട്ട് പ്രൈസ് വരുന്നത് 330 ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇതാ ഇത്രയും നല്ല സ്റ്റോറേജ് പ്ലേസും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. നമുക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിത് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നമ്മളെ ട്രാവൽ ബാഗിൽ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഈ ഒരു ഗൗൺ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മീഷോ നിന്ന് വാങ്ങിയതല്ല, ഒരു പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഗൗൺ ആണ്. അതിന്റെ കൂടെ തന്നെ ഇന്നറും ഉണ്ട്. അപ്പം ഇത് ഒരു ബ്ലൂ കളറിൽ വരുന്നതാണ്. നമുക്ക് എന്താ ബീച്ചിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഇതിന്റെ തന്നെ സെയിം പാറ്റേണും അതുപോലെ കളറും ഡിഫറെന്റിൽ വരുന്ന ഒരു റെഡും ഉണ്ട്. ഇതിനും ഇന്നർ വരുന്നുണ്ട്. അപ്പൊ ഈ റെഡും ബ്ലൂവും ഒരുപോലെ ഏകദേശം മാച്ച് ആക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പൊ ട്രെൻഡ്സ് എന്ന് പറയുന്ന പേജിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ആ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബീച്ചിൽ പോകുമ്പോൾ ഈ തൊപ്പി എന്തായാലും മസ്റ്റ് ആണ്. ഇപ്പം ഇത് ഞാൻ ഒരുപാട് ഇയേഴ്സ് മുമ്പ് വാങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ എന്താ ഹാറ്റ് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ എവിടെന്നെങ്കിലും സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാം. എയർപോർട്ടിൽ പോകുമ്പോൾ ഇടുന്ന ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്, ജംപ് സ്യൂട്ട്. അപ്പൊ അതിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഹാറ്റ് ആണിത്. മീഷോന്ന് വാങ്ങിയ ഒരു ക്യാപ്പ് ആണിത്. അപ്പം ജസ്റ്റ് 150 ആണ് ഇതിൽ വരുന്നത്, ക്രീം കളറിൽ വരുന്നത്. കുറച്ച് ബീച്ച് വൈബിന് പറ്റിയ ഒരു ബാംഗിൾസും പിന്നെ എന്താ കുറച്ച് ബ്രേസ്ലെറ്റ്സും ഒക്കെയാണ്. ഇതൊക്കെ മീഷോ തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ഇത് എനിക്കും അവൾക്ക് ഒരുപോലെയുള്ള ഒരു ബാംഗിൾ ആണ്. നമ്മൾ കുറച്ച് നാളെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 150 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ഫുള്ള് ബീച്ച് വൈബ് ഉള്ള ബാംഗിൾസ് ആണ്. ഇതൊക്കെ ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ വേറെ ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോന്ന്. അപ്പൊ ഇതാ ഈ ഒരു ബ്രൗൺ, എനിക്കൊന്ന് ഇത് ഒരുപാടുണ്ട്, ഒരു 10 ലെയേഴ്സ് എങ്കിലും ഇത് ഉണ്ടാവും. അപ്പൊ ഇതിന് 260 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു പിങ്ക് ആണ്, ബ്രേസ്ലെറ്റ്സ് ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 230 ആണ് വരുന്നത്. ഇത് ശരിക്കും വേറെ ചെയ്തിട്ടുള്ള ഇമേജസ് ഞാൻ സൈഡിൽ എന്തായാലും ആഡ് ചെയ്യാം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇത്. നല്ല ബീച്ച് വൈബ് ഉള്ള 120 വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത്. നല്ല ഷെല്ലൊക്കെ വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്. ഞാൻ എന്റെ ഫോണിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ചാമാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 137 ആണ്. നല്ല വൈറ്റ് ബീഡ്സ് വരുന്നതാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഫോണിനൊക്കെ ക്യൂട്ട് ആയിട്ടുള്ള ആക്സസറീസ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഞാൻ ബീച്ചിൽ പോകുന്നതുകൊണ്ടാണ് ഈ ഒരു സാധനം ഫോണിന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അതുപോലെ നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി. ഇപ്പൊ കുറച്ച് ആക്സസറീസ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ വാങ്ങിയതാണ് ഈ 2 ഇയറിങ്. അപ്പൊ ഇതിന് വരുന്നത് 130 ആണ്. അത് ഒന്നിനല്ല കേട്ടോ, രണ്ടിനും കൂടിയിട്ടാണ് 130 വരുന്നത്. നല്ല നല്ല കളറൊക്കെയാണ്. നല്ല എന്താ നമ്മള് നല്ല ഡ്രസ്സിനൊക്കെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല 2 ഇയറിങ്സ് ആണ്. ഇത് റിങ്ങിന്റെ കോംബോ ആണ് കാണിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 പീസസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്, 20 പീസസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. ഇതിന് 170 ആണ് സംതിങ്, 170 സംതിങ് ആണ് വരുന്നത്. ഇതാ ഇത്രയും റിങ്സ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ കോംബോയിൽ കിട്ടും. അത് നല്ല ട്രെൻഡി ആയിട്ടുള്ളതാ. ഓക്കെ, നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള റിങ്സ് ആണ് വരുന്നത്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കോട്ടെ. നല്ല ക്വാളിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഇല്ല. പക്ഷെ എന്നാലും ഒരു 2 or 3 ടൈംസ് ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും 170 നിങ്ങൾക്ക് നല്ല അടിപൊളി വേർത്താണ് ഈ റിങ്സ്. ഇപ്പം ബീച്ചിൽ പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ടതാ ഒരു ക്ലിപ്പാണ്, ഫ്ലവറിന്റെ ക്ലിപ്പ്. അപ്പൊ ഇത് 3 പീസസ് വരുന്നതാണ്. ഇതിന് 100 ആണ് ഉള്ളത്. 3 പീസസ് ഉണ്ട്. 3 പീസസിനും കൂടിയിട്ട് 100 rupees ആണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഹെയറിന് ഇതാക്കാൻ പറ്റിയ ക്ലിപ്പാണ്. ഇനി ഈ സാധനം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ എന്താ ഫുള്ള് ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലിപ്പാണ്. ഇതിന് വരുന്നത് 150 ആണ്. അതായത് 6 പീസസിന് 150 ആണ് വരുന്നത്. അപ്പൊ ഇതും മീഷോന്ന് വാങ്ങിയതാണ്. പറഞ്ഞ പോലെ ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 4000-5000 ഉള്ളിലാണ് ആയത്. അതായത് ഇൻക്ലൂഡിങ് ട്രോളി ആണ്. അപ്പൊ നിങ്ങളും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്താ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഷോന്നും മിന്ത്രയിന്നും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ചില പ്രൊഡക്ട്സിനൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അത് 1 ടൈം ഒക്കെ അല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് പറ്റിയ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ പല പ്രൊഡക്ട്സും ഉണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചത് തന്നെ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ അത് സേവ് ചെയ്ത് വെച്ചോ. നമ്മളെ ലക്ഷദ്വീപ് ട്രിപ്പിന്റെ ബ്ലോഗും വരുന്നുണ്ട്. അപ്പൊ അതും കാണാൻ മറക്കണ്ട. ഓക്കെ, ബൈ.